ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പകുതി വഴിക്ക് ഉപേക്ഷിക്കാതെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും നമ്മൾ എടുക്കുക. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട് വെക്കാൻ പറ്റും. ആ വീട് എത്രമാത്രം നന്നായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്നേക്കാൾ കൂടുതൽ ഇത് ആഘോഷിച്ചത് എൻ്റെ കൂട്ടുകാരൻ. അന്നത്തെ ദിവസം വലിയ ആഘോഷമായിരുന്നു അവർക്ക്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ പോലും അന്ന് മുഴുവൻ ബാച്ച് ഇവിടെ വന്നു. എൻ്റെ കൂടെ 1ാം ക്ലാസ് പഠിച്ച മുഴുവൻ ബാച്ച് ഇവിടെ വന്നു. ഇതാണ് ചേട്ടൻ്റെ പഴയ വീട്, അമ്മയും മോനും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 ദിവസമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വീടിൻ്റെ വാർത്ത കേരളം മൊത്തം നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം ആ വീടിൻ്റെ ഉടമയെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് പറയാം. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉപദേശമൊക്കെ തരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അത് മനോരമ ന്യൂസിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിൽ അദ്ദേഹം മനോരമ ന്യൂസിന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് മനോരമ ന്യൂസിലെ ബിനോയ് ചേട്ടൻ കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടേ, കഴിഞ്ഞ പരിപാടി. ഓക്കെ, മനോരമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയപ്പോഴത്തെ ഇച്ചിരി ഒന്ന് ലൈറ്റ് മഞ്ഞ്, പിന്നെ ഇച്ചിരി മഴയും പെയ്തു. അപ്പോൾ ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ജുക്കുട്ടൻ, അദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നീ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിഷയം എന്നോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം എന്താണ് ഇങ്ങനൊരു ഡിസൈനും ഈ ഒരു ആൽമരം എന്താണ് ഇത്രയും സ്ഥലം കുറഞ്ഞിട്ട് ഇതിനകത്ത് വെക്കാനുള്ള കാരണം? അതെനിക്ക് പറഞ്ഞു തരണം. നമ്മുടെ വസ്തുവില് ഫുള്ള് വീടാ. നമുക്ക് ഒരു ചെടി പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ആകെ ഉണ്ടായിരുന്നത് ഒരു മാവും ഒരു ആൽമരം. മാവ് നമുക്ക് ചീത്തയായിപ്പോയി. അതുകൊണ്ടാണ് അത് നിർത്തിയാണ്. പിന്നെ ഒരു മരമുള്ളത് ഇതാണ്. പിന്നെ അമ്മ നട്ട മരം ആൽമരം. അത് ഒന്ന് തുറന്ന് നമുക്ക് അകത്തോട്ട് നോക്കാം. തുടക്കം തന്നെ അതേ അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് ഹാള്. ഈ നമ്മുടെ വീട്ടിലെ ഏറ്റവും സൗകര്യമുള്ള സ്ഥലം വിസിറ്റിംഗ് ഹാള്. അവിടെ പിന്നെ ഇവിടെയാണ് നമ്മുടെ റൂം. ഇവിടെ ഈ സെറ്റ് ചെയ്തേക്കുന്നത് എന്താണ്? ഇവിടെ പോളികാർബൺ. ഇവിടെ നമുക്ക് മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ ബാക്കിയുള്ള പോളികാർബൺ ഈ ഭിത്തി തന്നെയാണ് നമ്മുടെ അതിര് അല്ലേ? ആ ഭിത്തി തന്നെ ഉൾപ്പെടുത്തി മാക്സിമം സ്ഥലം എടുത്ത് ചെയ്തേക്കാണ്. നമ്മൾ നേരത്തെ എല്ലാം കണ്ടെങ്കിലും ഓക്കെ. ഇതാണ് ഫസ്റ്റ് റൂം. ഈ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫസ്റ്റ് റൂം നമ്മൾ ആദ്യം കണ്ട ഹോളല്ലേ, ഹോളിൽ നിന്നും കുറച്ചും കൂടെ ചെറുതാ. അതായത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പരിമിതിയാണ് ഇങ്ങോട്ട് പോകുന്നവർക്ക് കുറഞ്ഞു. ഇത് 2 റൂമിൽ ഇത് 2 റൂമിനും കൂടി ഉള്ള ഒരു ബാത്റൂമൊക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ
ഇതിപ്പോൾ മൊത്തം എത്രയാണ് സെന്റ് വരുന്നത് വസ്തു? ഇത് മൊത്തത്തിൽ ഏകദേശം 2.25 സെന്റ്. 2.25 സെന്റ് വസ്തുവിനകത്താണ് സെറ്റ് ചെയ്തത്. നമുക്ക് ആ സ്പേസ് പിന്നെ അവിടെ ഇച്ചിരി ഒരു സ്പേസ് മാത്രം കിട്ടും. അവിടെ പുറത്തൊരു ബാത്റൂമും ഉണ്ട്. നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ആ ഭാഗത്താണ് സെറ്റ് ചെയ്തത്. ബാക്കിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ നൂല് പോലെ വളരെ ചെറുതായിട്ടാണ് കിച്ചണും വർക്ക് ഏരിയയും ഇവിടെ തന്നെ. നമ്മുടെ വസ്തുവിന്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ പോലാണ് വരുന്നത് വസ്തു വരുന്നത്. അപ്പം നമുക്ക് മേളിൽ പോയാലോ? മേളിപ്പോ അമ്മയാണല്ലേ. നമ്മുടെ സുഹൃത്തുക്കളാണ്. ചേട്ടൻ്റെ പേര് വീട് കാണാനായിട്ട് വത്തേ. നമ്മളൊരു ബ്ലോഗിന്റെ ഒക്കെ പരിപാടിയായിട്ട് തുടങ്ങിയ. ഇത് നമ്മുടെ സ്റ്റെയർ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ മെറ്റീരിയൽ? ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മുടെ വുഡിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ഇത് നമ്മളൊരു മെറ്റൽ ഷീറ്റ് വെക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിന് ഏകദേശം 4 എണ്ണത്തിന് 60,000 രൂപ. നല്ല വിലയാവും. ഇതാകുമ്പോൾ ഒരു 4 എണ്ണത്തിന് നമുക്കൊരു 17,000 രൂപയൊക്കെ. 17,000. നമുക്ക് ഈ ഡിസൈൻ അല്ല, നമുക്ക് വേറെ ഡിസൈൻ വേണമെങ്കിൽ അവർ ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്ത് തരും. ഇത് മേളത്തെ എൻ്റെ ബെഡ്റൂമാണ്. ഓക്കെ. ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു. മനോരമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അമ്മ. പിന്നെ അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഇപ്പം ഇതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തോ നമ്മൾ ഇത്രയും നമുക്ക് നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് നന്നായി ചെയ്താൽ നമുക്കൊരു 14 രൂപ 15 രൂപയ്ക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എനിക്ക് നമ്മൾ ആദ്യമായിട്ടൊരു വീട് പണിയില്ലേ, അപ്പൊ അതിന്റെ കുറെ പരിചയക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 20 രൂപയോളം ആ ഒരു മിസ്റ്റേക്കിൽ നമുക്ക് അത്രയും രൂപ പറ്റി. പക്ഷെ ആ ഒരു ഇത്രയും എല്ലാ സ്ഥലവും ഉൾക്കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. പലർക്കും ചിലപ്പോൾ ഒരു സ്ഥലപരിമിതി ഇത്രയും ഈ ഒരു 2.25 സെന്റിൽ ഇങ്ങനെ ഇത്രയും ഒരു വീട് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു സംശയം പലരും കാണും. പിന്നെ ചിലരും വിചാരിക്കും ഈ ഒരു ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള വസ്തുവിൽ എങ്ങനെ ഒരു വീട്, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വിജയാനന്ദിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പൊ വിജയാനന്ദാണ് അഖിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയത്. അഖിലാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഇത് എങ്ങനെ വേണം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അഖിലിനോട് പറഞ്ഞു കൊടുത്തു. അഖിലിന്റെയും കൂടെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, നല്ലൊരു സ്കെച്ച് വരച്ചു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നിലവിൽ ഷെഫീഖ് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടറാണ് നമ്മുടെ എൻ്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. 1 രൂപ ഇല്ലാതാണ് എനിക്ക് വീട് പണി തന്നത്. 1 രൂപ കൊടുക്കാതാണ്. ഇതിന് ശേഷം വീട് പണിക്ക് ശേഷം കൊടുത്താൽ മതി എന്ന കരാറിലാണ് വീട് പണിഞ്ഞത്. അപ്പം അവനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തി. അവൻ്റെ ഡിസൈനിൽ ഈ വാളില്ല, പകരം ഇതാണ് വാള്. ഇങ്ങനെ വരും, എല്ലാം ഓപ്പൺ ആയിട്ട് ഉള്ള ഈ ഒരു സ്പേസ് ഇല്ല ഇടയ്ക്കൂടുള്ള. അപ്പം അത് നമുക്ക് ഒരു ബെഡ്റൂമിന് അതിൻ്റെതായ ഒരു പ്രൈവസി കാര്യങ്ങൾ വേണം. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി ഇവിടെ വാളാക്കി. അങ്ങനെ ഒരു എക്സ്പെൻസ് അങ്ങനെ കുറെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പ്ലാൻ അനുസരിച്ച് 12 ലക്ഷം രൂപയുള്ളൂ വീടിന്. അത് പിന്നെ വാർക്കുന്നതിന് മുളയൊക്കെ ഇട്ട് വാർക്കുന്ന ഒരു സംവിധാനമാണ് അന്ന് ആലോചിച്ചത്. ഭാവിയിൽ എന്തായാലും നമുക്ക് ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരീക്ഷണത്തിലേക്ക് മുതിരാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു സ്വപ്നമല്ല, നമ്മുടെ ഒരു സ്വപ്നത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഡേവിഡ് ഉണ്ട്. ഡേവിഡാണ് ആദ്യമായിട്ട് എനിക്ക് 50,000 രൂപ സഹായിച്ചത്. അങ്ങനെയാണ് പണി തുടങ്ങുന്നത്. പിന്നീട് ലൈഫ് പദ്ധതിയുടെ, സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയുടെ ഒരു 4 ലക്ഷം രൂപയും കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്ത് ഈ ഇപ്പോഴത്തെ കാണുന്ന വീട്ടിലേക്ക് എത്തി. എത്ര നാളെടുത്ത് കൺസ്ട്രക്ഷൻ? 8 മാസം കൊണ്ട്. 2 മാസം നമ്മളിത് ഡിസ്കസ് ചെയ്തു, ഓരോരുത്തരും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ പഴയ വീട് പൊളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് JCB അകത്ത് കയറിയപ്പോൾ JCB താന്നുപോയി. അത്ര ചതുപ്പ് നിലമായിരുന്നത്. അപ്പം അവിടെ നിന്ന് കുട്ടിപ്പില്ലർ അടിച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. കാലിനടുത്താകുമ്പോഴത്തേക്കും വെള്ളം നല്ല രീതിയിൽ വലിയ പ്രശ്നമാവും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും വീട് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇനി കുറച്ച് പെയിന്റിങ്ങും മറ്റു ഇതൊക്കെ ബ്ലാക്ക് ആണ്. അതിപ്പം ആൾക്കാരെല്ലാം കണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ടച്ചിന്റെ പരിപാടി, ടച്ചിങ് പോളിഷ് പരിപാടി ഉണ്ട്. പോളിഷിംഗ് കൂടെ ഉണ്ട്.
ഇതെല്ലാം പോയിന്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വാർത്ത ഇത്ര സ്പ്രെഡ് ആവാനുള്ള കാര്യം എന്താണ്? എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഉമ്മൻചാണ്ടി സാറൊക്കെ എത്തിയിരുന്നല്ലേ? ഉമ്മൻചാണ്ടി സാർ വന്നു, രമേശ് ചെന്നിത്തല വന്നു, VT ബൽറാം വന്നു, അങ്ങനെ പ്രമുഖരായ ഷാഫി പറമ്പിൽ അടുത്ത ആഴ്ച വരും. അപ്പൊ അങ്ങനെ എല്ലാവരും വന്നു. ഷിബു ബിജു വന്നു. പിന്നെ അങ്ങനെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമ, എനിക്ക് തോന്നുന്നു ആദ്യം വെറൈറ്റി മീഡിയ ആണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് ഓരോ മാധ്യമങ്ങൾ, മനോരമയുടെ വനിത വീട് അവര് വന്നു, പിന്നെ ഇന്ന് മാതൃഭൂമി അവിടെയൊക്കെ വന്നു. എന്തായാലും എല്ലാവരും നല്ല പിന്തുണയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ കൂടുതൽ ഇത് ആഘോഷിച്ചത് എന്റെ കൂട്ടുകാരൻ. അന്നത്തെ ദിവസം വലിയ ആഘോഷമായിരുന്നു അവർക്ക്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ പോലും അന്ന് മുഴുവൻ ബാച്ച് വിടാവും. എന്റെ കൂടെ 1ാം ക്ലാസ്സിൽ പഠിച്ച മുഴുവൻ ബാച്ച് വിടാവും. അപ്പം നമുക്ക് ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചവരെ നമ്മൾ ഓർത്തിരിക്കത്ത് പോലും ഇല്ല, അറിയേ. പക്ഷെ സ്നേഹത്തിന്റെ പുറത്ത് എല്ലാവരും എത്തി. കാരണം എനിക്കൊരു വീടുണ്ടാകുക എന്ന് പറയുന്നത് അവർക്കെല്ലാം വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവരാണ്. അവരുടെ ഒരു പിന്തുണയും സ്നേഹമൊക്കെയാണ്. ഈ ഒരു ആക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഒരു മെസ്സേജ് എന്താണ്? കാര്യം ഇപ്പോൾ ഒരു വീടെന്നുള്ള സ്വപ്നം എല്ലാവർക്കും, അങ്ങനെ വീട് സ്വപ്നം കണ്ട് കഴിയുന്ന കൂട്ടുകാർ എനിക്കുണ്ട്. അവർക്കൊക്കെ ആയിട്ട് ഈ ഒരു ഇനി നടക്കുമോ, ഈ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ഒരു സ്വപ്നങ്ങൾ ഇനി നടക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആശങ്കകളുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആയിട്ട് ചേട്ടന് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താ? വീട് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വെക്കാൻ പറ്റൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നപ്പോൾ ഒറ്റവട്ടം നമുക്ക് വീട് വെക്കാൻ പറ്റൂ, അതിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഒരു സാധാരണക്കാരൻ പൈസ ഉള്ളവർക്ക് വെക്കാം. അപ്പം എന്താ, സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട് വെക്കാൻ പറ്റും. ആ വീട് എത്രമാത്രം നന്നായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നന്നായി പ്ലാൻ ചെയ്ത്, നന്നായി ഡിസ്കസ് ചെയ്ത്, നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റും. പിന്നെ സാമ്പത്തികം ആണ് ഇതിന്റെ എല്ലാം മെയിൻ പ്രശ്നം. അപ്പം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ₹1 കൊടുക്കാതാണ് അവർ ഇത് ചെയ്തത്. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പകുതി വഴിക്ക് ഉപേക്ഷിക്കാതെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും നമ്മൾ എടുക്കുക. അത് തന്നെ ഈ ഒരു ലോകത്തെ എല്ലാ ഒരു വിജയങ്ങൾ കരസ്ഥമാക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എല്ലാ വിജയങ്ങളുടെ പിന്നിലും. ചന്ദ്രനെ വരെ പോയത് നമ്മളെപ്പോലുള്ള മനുഷ്യൻ തന്നെയാണ്. അന്നേരം നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. സാധിക്കും. നമ്മുടെ ജോലി എത്രമാത്രം ഭീകരമാണ്, ആ റിസ്ക് എത്രമാത്രം റിസ്ക് ഉണ്ട്, ആ റിസ്കിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പൊതുരംഗത്തായാലും എല്ലാ രംഗത്തായാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. നമ്മൾ മെനക്കെട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ജോലി ചെയ്താൽ കൂലി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം കേട്ടത് നമ്മുടെ മഞ്ജുക്കുട്ടണ്ണന്റെ വീടിന്റെ സ്വപ്നങ്ങളും അദ്ദേഹം ശേഖരിച്ച് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ മുമ്പിൽ അകത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ വലിയൊരു കാര്യമാണ്. കാര്യം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കൈവിടാതിരിക്കുക. നിങ്ങൾ ഇതേപോലെ വീട് വെക്കണമെന്ന് ആഗ്രഹത്തോടെ നടക്കുന്ന ആയിരങ്ങൾ നമ്മൾക്ക് ഇടയിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് അമീൻ ഷബീ. ബൈ.